ഹലോ, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നേ. അപ്പോൾ ഇന്നത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരുക്കി കെട്ടി പാപ്പുനെ കൊണ്ടുപോകുന്നത് എന്താണെന്നല്ലേ. മെനഞ്ഞാന്ന് ഞങ്ങളൊരു സിനിമ കാണാൻ പോയതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഞാനത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. അതായത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു. അതായത് ഞങ്ങൾ ഫിലിം കാണാൻ പോയിട്ട് ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു. പാപ്പു അന്ന് തൊട്ട് സമരമാണ്. ഫുഡൊന്നും കഴിക്കുന്നില്ല. അവനെ കൂട്ടിക്കൊണ്ട് പോകാതിരിക്കുമ്പോൾ യൂഷ്വലി അവൻ കാണിക്കുന്നതാണ് ഈ സംഭവം. പിന്നെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി കുറച്ചൊന്ന് കൂടുതലൊന്ന് അറ്റാച്ച്മെൻറ്റ് കാണിച്ചു കഴിയുമ്പോഴാണ് ആൾ ശരിയായി വരുന്നത് കേട്ടോ. പാപ്പുവിന് വയ്യ കേട്ടോ, രാവിലെ തൊട്ട്. രാവിലെ അല്ല, ഇന്നലെ തൊട്ട് വയ്യ. എന്താ സംഭവം എന്ന് അറിയാൻ വയ്യ. അപ്പം ഞങ്ങൾ എഴുതി അവനെയും കൊണ്ടൊന്ന് പുറത്തൊന്ന് കറങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് ഞങ്ങളിതേ പോവുക കേട്ടോ. കൊച്ചിന് വയ്യൊന്ന് കാണിച്ചേ. വയ്യ. അപ്പം ഞങ്ങളെന്തായാലും ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി കറക്കിയിട്ട് വരാം. ഇവിടെ അങ്ങനെ അധികം പെറ്റ്സിനെയും കൊണ്ട് എങ്ങും അലൗഡല്ല. എന്നാലും ഞങ്ങളൊന്ന് നോക്കട്ടെ കേട്ടാ. അപ്പോൾ ഫുഡ് കഴിക്കാതിരുന്ന തന്നെ പാപ്പു മൊത്തത്തിൽ ക്ഷീണിച്ചു. കാരണം ഒരു ദിവസം ഫുള്ളൊന്നും കഴിച്ചിട്ടില്ല. ഇത് പിറ്റേ ദിവസം രാവിലെ ഒരു 11 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. വെള്ളം പോലും കുടിച്ചില്ല. പാൽ കൊടുത്തിട്ട് പോലും അവൻ മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു. ഞങ്ങളുടെ അടുത്തുനിന്ന് മാറുന്നില്ല. ഇനി ഇട്ടിട്ട് പോകുമെന്നുള്ള പേടി അങ്ങനെയൊക്കെയാണ്. അവൻ അങ്ങനെ ഒരു ടൈപ്പാണ്. നമ്മൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പാടാണ് ഇങ്ങനെ ഒന്നും ഫുഡൊക്കെ കഴിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ, മെയിൻ ഒരു കാര്യം, ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയിട്ട് കുറച്ചായല്ലോ ഈ വീട്ടിലേക്ക്. അപ്പം ഞങ്ങളുടെ സിലിണ്ടർ ഇങ്ങോട്ടത്തേക്ക് എഴുതി വാങ്ങണം. അതിനാണ് മെയിൻ ഈ ഒരു പോകുന്നത്. അപ്പം അതിൻ്റെ കൂടെ പാപ്പുനെ കൂടെ ഒന്ന് കറക്കാമെന്ന് എഴുതിയിട്ടോ. അപ്പോൾ അതേ പാപ്പു ഉണ്ടല്ലേ, വയ്യാതായി എൻ്റെ തോളിൽ ഫുള്ള് കിടക്കുമായിരുന്നു. ഈ ഒരു ഇത് തന്നെയായിരുന്നു അങ്ങോട്ട് പോകുന്നത് വരെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ മാറിയിട്ടാണ്. അപ്പം ഞങ്ങൾ ആദ്യം പാപ്പുവിനെ കൊണ്ടൊന്ന് കറക്കാമെന്ന് എഴുതിയിട്ട് എന്നിട്ട് അവിടെ പോകാമെന്നാണ് കരുതിയത്. അപ്പം ഞങ്ങളിത് വന്നിരിക്കുന്നത് തങ്കശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ തങ്കശ്ശേരിയിലെ പാലമാണ് കേട്ടോ ഇത്. പാലത്തിനടുത്തുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് പാപ്പുവിനെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ച് മൊത്തത്തിൽ ഒരു കിടിലം ഫീലായിരുന്നു കേട്ടോ. കാരണം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഭയങ്കര ചൂടാണെന്നൊക്കെ അല്ലേ. പക്ഷേ ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. വെയിലുണ്ടായിരുന്നെങ്കിലും ഭയങ്കര സൂപ്പർ രസമായിരുന്നു കേട്ടോ ഇവിടെ നിൽക്കാനായിട്ട്. അപ്പോൾ പാപ്പും കുറച്ച് നേരം ഇങ്ങനെ പേടിച്ചൊക്കെ നാലിൻ്റെ കയ്യിലിരുന്നെങ്കിലും പിന്നെ അത് എൻജോയ് ചെയ്യാനൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ അതേ ആൾ പയ്യെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഞങ്ങളും അവിടെ കുറച്ച് നേരം എൻജോയ് ചെയ്യട്ടോ. പിന്നെ ബാക്കിയുള്ള 2 പട്ടിക്കുട്ടികളെ എന്തുകൊണ്ട് കൊണ്ടുപോയില്ല എന്ന് നിങ്ങൾക്ക് ചോദ്യം വരാം. കേശു ആണെങ്കിൽ കുഞ്ഞാണ്. അവന് മൂത്രമൊന്നും പിടിച്ച് വെക്കാറായിട്ടില്ല. അപ്പം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സ്റ്റേജായിട്ടില്ല. പിന്നെ ടെറിക്കുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ കാറിലൊക്കെ കയറാൻ ടെറിക്ക് ഭയങ്കര പേടിയാണ്. മാത്രമല്ല മടിയത് മാറൂല. അപ്പോൾ അവനെ കൊണ്ടുപോകുന്നതും ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് കേട്ടോ ഈ ഒരു ഫിഷ് സ്റ്റാൾ കണ്ടത്. ഈ തങ്കശ്ശേരി ആ ഒരു ഏരിയയിലൊക്കെ നല്ല നമ്മുടെ കായൽ മീനൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കരിമീനും വാങ്ങി, പിന്നെ കക്കയും വാങ്ങി കേട്ടോ. പക്ഷെ എനിക്ക് അവിടെ ഇരിക്കുന്ന കൊഞ്ച് കണ്ടിട്ട് വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ വീട്ടിൽ ഓൾറെഡി ഞാൻ ഇന്നലെ രാത്രി ഇന്നത്തേക്ക് കൊഞ്ച് വാങ്ങി വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാം കൂടെ വേണ്ടല്ലോ, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ തന്നെ മീൻ വെട്ടി തരുന്നത് കൊണ്ട് അവിടെ തന്നെ ഈ കരിമീൻ വെട്ടി വാങ്ങിയിട്ടോ. അതുകൊണ്ട് പണി ലാഭമായി. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ ഇപ്പുറത്താണ് കേട്ടോ ഈ ഒരു ചായയും പൊരിപ്പൊക്കെ കണ്ടത്. അങ്ങനെ അവിടെ നിന്നൊരു ചായയും ഒരു ഉള്ളിവടയും ഒരു നമ്മുടെ എന്താ പറയുക അടയും വാങ്ങി ഞങ്ങൾ കഴിച്ചിട്ടോ. കാരണം സമയം ഓൾറെഡി കുറച്ചൊന്ന് ലേറ്റായി. ഇവിടെയൊക്കെ നിന്ന് നമ്മൾ എത്തിയപ്പോൾ തന്നെ വീട്ടിലെത്തിയപ്പോൾ 3 മണി കഴിഞ്ഞായിരുന്നു കേട്ടോ. രാവിലെ ജസ്റ്റ് ഒരു ബ്രെഡ് ഓംലെറ്റ് കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ വന്നപ്പോൾ 3 മണിയായി. ഇതിപ്പോൾ 2:30 ടൈം ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഈ കൊണ്ടുവന്ന സംഭവങ്ങളെല്ലാം കൂടെ വെച്ച് കറി വെച്ച് ഇന്നൊരു സീ ഫുഡ് ഫെസ്റ്റ് പോലെ, അതായത് ഒരു മിനി സീ ഫുഡ് ഫെസ്റ്റ് അങ്ങനെ ആക്കാം എന്നാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പം ഞാൻ അതേ കരിമീനും കക്കയാണ് അവിടെ നിന്ന് വാങ്ങിയത്. ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ കൊഞ്ച് ഇരിപ്പുണ്ടായിരുന്നെന്ന്. കൊഞ്ച് മാത്രമല്ല, ഞാൻ ഇന്നലെ കൊഞ്ചും നെത്തോലിയും വാങ്ങിയിരുന്നു. കാരണം എൻ്റെ പ്ലാൻ നെത്തോലി എടുത്ത് ഫ്രൈയും ചെയ്തിട്ട് കൊഞ്ച് കറിയും വെക്കാമെന്നായിരുന്നു. പക്ഷെ ഇത്രയും മീനുള്ളതുകൊണ്ട് ഞാൻ നെത്തോലി എടുത്തങ്ങ് ഫ്രിഡ്ജിൽ കയറ്റിയിട്ടാണ്. എന്നിട്ട് പെട്ടെന്ന് കൈയോടെ തന്നെ നമ്മുടെ മീൻ നന്നായിട്ട് കഴുകി എടുത്തിട്ട് അതിൽ ഫ്രൈ ചെയ്യാനായിട്ട് അരപ്പ് പുരട്ടി വെച്ചു കേട്ടോ. ഇവിടെ കറിയൊന്നും ഈ കരിമീൻ്റെ കൂട്ടൂല, നാര് കൂട്ടൂല, ഞാനും കൂട്ടൂല. അപ്പോൾ ഫ്രൈ ആണെങ്കിൽ മാത്രമേ ഞങ്ങൾ കഴിക്കുള്ളൂ. കൂട്ടില്ല തൊടില്ല എന്നല്ല, പക്ഷെ ഫ്രൈ ആണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനെ അത് ഇത്തിരി അരപ്പൊക്കെ പിടിച്ചിരിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ ഞാനങ്ങനെ അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ കൊഞ്ചെടുത്തിട്ട് കറി വെക്കുകയാണ് കേട്ടോ. എനിക്ക് സാധാ കൊഞ്ചും മാങ്ങയിട്ട്
ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കറി വെക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ നാരുവിന് ഇങ്ങനെ മാങ്ങ ഇട്ടിട്ടുള്ള ഒരു മീൻകറി ഇഷ്ടമില്ല. വല്ലാത്തൊരു ജന്മമാണെന്നേ. കാരണം ആർക്കെങ്കിലും മാങ്ങയിട്ട മീൻകറി ഇഷ്ടമില്ലാത്തവരുണ്ടോ? എന്ത് ടേസ്റ്റാണ്. അതും ഒരു സീസണിലാണ് നമുക്ക് മാങ്ങ കിട്ടുന്നത്. ഇവിടെ നാരുവിന് മാങ്ങയിട്ട മീൻകറി ഇഷ്ടമല്ല. മാങ്ങ എല്ലാം കൂടെ എടുത്ത് പറക്കി എനിക്ക് തരും, മീൻകറി കൂട്ടും. എന്നാലും ഇങ്ങനത്തുള്ള കറികളൊക്കെയാണ് ഇഷ്ടം. പിന്നെ നമുക്ക് എന്താ വേണ്ടത്? നമ്മളിപ്പോൾ ഒരു ഫുഡോ അല്ലെങ്കിൽ ഒരു കറിയോ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരത് നല്ല രീതിയിൽ കഴിച്ചിട്ട് അവരുടെ മുഖത്ത് വരുന്ന ആ ഒരു സന്തോഷവും നല്ല രീതിയിൽ അത് കഴിക്കുന്ന കാണുമ്പോഴാണല്ലോ നമുക്കൊരു തൃപ്തി കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നീ മാങ്ങ ഇങ്ങനെ നുള്ളിപ്പറക്കി മാറ്റി വെക്കുന്ന കാണുമ്പം എനിക്കൊരു തൃപ്തി വരാറില്ല. അതുകൊണ്ട് നാറുവിനും ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഞാൻ കറി വെച്ചു കേട്ടോ. പിന്നെ കക്ക റോസ്റ്റ് ചെയ്യാന്നുള്ളതാണ് പ്ലാന്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഈ കക്ക തോട് പൊളിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ കറി വെക്കാനായിട്ട്. പിന്നെ നല്ല മണ്ണുണ്ടായിരുന്നു, കുറേ വട്ടം കഴിവേണ്ടി വന്നു കേട്ടോ. പിന്നെ ഞാൻ റെസിപ്പീസ് ഒന്നും ഇവിടെ പറയുന്നില്ല. നിങ്ങൾക്ക് എന്തിൻ്റെങ്കിലും റെസിപ്പി വേണമെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ അതിൻ്റെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ചെടപടേ കറികളൊക്കെ ആയിക്കൊണ്ടിരിക്കുക. പിന്നെ നിങ്ങൾ കരുതും ഞാൻ ഇവിടുന്ന് പറഞ്ഞിട്ട് പോയത് സിലിണ്ടർ എഴുതി വാങ്ങണം അല്ലെങ്കിൽ സിലിണ്ടർ ഇങ്ങോട്ടത്തേക്ക് എഴുതി മാറ്റണമെന്ന് പറഞ്ഞിട്ടല്ലേ, എന്നിട്ട് അതൊന്നും കണ്ടില്ലല്ലോ എന്ന്. നിങ്ങളത് കാണില്ല, കാരണം അങ്ങനെ ഒരിടത്ത് പോയില്ല. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ തങ്കശ്ശേരി പോയി കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് മീനൊക്കെ വാങ്ങി, മീൻ വാങ്ങണം എന്നുള്ളൊരു പ്രതീക്ഷയിലല്ല ഞങ്ങളവിടെ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് മീൻ കണ്ടപ്പോൾ കരുതി ഓക്കെ മീനും വാങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് മീൻ വാങ്ങിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ മീൻ കൊണ്ടുവന്ന് എത്രയും വേഗം കറി ഉണ്ടാക്കണം, കറി ഉണ്ടാക്കി കഴിക്കണം, 3 മണിയാവാൻ പോകുന്നെന്നുള്ളതായിപ്പോൾ ഈ മൈൻഡിൽ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങ് വന്നു കഴിഞ്ഞിട്ട് ഈ ഫുഡും കഴിച്ച് കഴിഞ്ഞ് ഫ്രണ്ടിലിരുന്ന് ഏമ്പക്കം വിട്ട് റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ ആലോചിച്ച് അയ്യോ എന്തിനായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങിയത്, സിലിണ്ടറിൻ്റെ ഇത് എഴുതി കൊടുക്കാനല്ലേ എന്നുള്ളത് അപ്പോഴാണ് ഞാനും നാരു ആലോചിക്കുന്നത്. അപ്പോൾ ആ സംഭവം പാളിപ്പോയി. ഇനി പിന്നെ ഒരു ദിവസം അതിന് പോകണം. ആയിക്കോട്ടെ, ഇന്നിപ്പോൾ മീൻ കിട്ടിയാലോ, ഇതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഞാൻ കരിമീൻ എടുത്ത് 3 ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കക്ക റോസ്റ്റ് നല്ല റെഡി ആയിട്ടിരിപ്പുണ്ട്. പിന്നെ ചെമ്മീൻ കറി ഉണ്ട്. പിന്നെ കുറച്ച് മോരും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പപ്പടവും കൂടെ ഒരു അലങ്കാരത്തിന് ഇരിക്കട്ടെ, എന്തായാലും ഇത്രയൊക്കെ ചെയ്തതല്ലേ. അപ്പോൾ ഇന്ന് നാരുവിന് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഫുഡായോ. കാരണം പച്ചക്കറിയൊന്നും ഇല്ലല്ലോ, നോൺ വെജ് ആണല്ലോ മൊത്തത്തിൽ. അപ്പോൾ നാരുവിന് ഇന്ന് ഭയങ്കര താല്പര്യമാണ് ഫുഡ് കഴിക്കാൻ. അപ്പോൾ കുറച്ച് ചോറ് വിളമ്പി ഇതിലതേ കക്ക റോസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. കക്ക നല്ല കറുത്ത ടൈപ്പിൽ റോസ്റ്റായി വരുമ്പോഴാണ് കേട്ടോ കഴിക്കാൻ ടേസ്റ്റ്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ കരിമീൻ ഫ്രൈ എടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങ ഇട്ട് വെച്ച നമ്മുടെ കൊഞ്ച് കറി ഉണ്ടല്ലോ, അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. പിന്നെ പപ്പടം ഉണ്ട്. പിന്നെ മോര് ലാസ്റ്റാണ് കേട്ടോ എടുക്കണേ. അപ്പോൾ ഇത്രയായിരുന്നു ഇന്ന് ഞങ്ങളുടെ ഫുഡ്. ഞാൻ തട്ടിക്കൂട്ടി പെട്ടെന്നാണ് കേട്ടോ ഉണ്ടാക്കിയത്. നമ്മൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3 മണി കഴിഞ്ഞു, ഒരു 4:30 തന്നെ എല്ലാമായി ഞങ്ങൾ ഫുഡ് കഴിക്കുവാണ് കേട്ടോ. അപ്പോൾ നല്ല കുറച്ച് ചൂട് ചോറ് അങ്ങോട്ട് എടുക്കുക. അതിലേക്ക് നമ്മുടെ ചൂട് ചെമ്മീനും പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കറി കുറച്ച് അങ്ങോട്ട് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നമ്മുടെ കക്ക റോസ്റ്റ് അങ്ങോട്ട് ഇട്ട് ഉള്ളിലേക്ക് ഇട്ട് വഴട്ടിയെടുത്ത നല്ല കക്ക റോസ്റ്റാണ് കേട്ടോ. കുറച്ച് പപ്പടവും കൂടെ ഒരു അലങ്കാരത്തിന് ഇരിക്കട്ടെ എന്നേ, ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടുമെന്നേ. എന്നിട്ട് നമ്മുടെ ആ മീനും കൂടെ കുറച്ച് പിച്ചി എടുത്ത് വെച്ചിട്ട് ഒരു വായിൽ അങ്ങോട്ട് കഴിക്കണം കേട്ടോ. എൻ്റെ പൊന്നോ, നിങ്ങളും ഒരു വാ കഴിച്ചോളൂ. അപ്പം ഞാനിനി ബാക്കി ഒന്ന് സുഖമായിട്ട് കഴിക്കട്ടെ കേട്ടോ. കിട്ടില്ല ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ടാറ്റാ.